എല്ലാവർക്കും ഇരിക്കാം. അനുഗ്രഹീതമായ ഈ ആരാധനയിൽ ചിന്തയ്ക്ക് ആധാരമായി എഴുതിയിരിക്കുന്ന ഒരു വാക്യം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാൻ, പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ പെന്തക്കോസ്ത് നാൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നു ഹൃദയം കൊണ്ട് അങ്ങേ ആരാധിച്ച് ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ സഹായിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. തിരുസന്നിധിയിലായിരിക്കുന്ന ഈ പ്രിയ ജനത്തോട് മനസ്സറിയണം. ആരാധനയുടെ സന്തോഷം പ്രിയ മക്കൾക്ക് നൽകണമേ. ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന വചനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ ആത്മീയ അനുഭവങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവമേ, ഈ ആരാധനയിൽ അങ്ങ് നൽകിയ സാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. വചന ശുശ്രൂഷയിലും അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപയും വ്യാപരിക്കട്ടെ. ഈ പ്രിയ ജനത്തെ അനുഗ്രഹിക്കണമേ. ചിന്തകളെ ഏകാഗ്രമാക്കണമേ. ദൈവ വചനം പരിശുദ്ധാത്മാവിനാൽ ധ്യാനിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു ആരാധനയിൽ സ്വർഗത്തിലെ ദൈവം നമുക്കായി ഒരുക്കി. ആ ദൈവം നൽകിയ സന്തോഷങ്ങളിലൂടെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആരാധനകളിലൂടെ നമ്മുടെ മനസ്സുകൾക്ക് ആശ്വാസവും നമ്മുടെ ശരീരത്തിന് സൗഖ്യവും നമ്മുടെ ആത്മാക്കൾക്ക് രക്ഷയുടെ അനുഭവവും കൈവരുന്നതാണ്. അപ്പോൾ ആരാധിക്കുവാൻ കടന്നു വരുന്ന ജനം ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടെ കടന്നു വരും. അലക്ഷ്യ മനോഭാവത്തോടുകൂടെ അല്ല നാം ദൈവത്തെ ആരാധിക്കേണ്ടത്. ഏറ്റവും ഭയഭക്തിയോടുകൂടെ ഏറ്റവും വിലയേറിയതായ ഒരു അനുഭവമായി നാം ആരാധനയെ കാണുന്നുവെങ്കിൽ ആരാധനകളിൽ ദൈവം നമ്മിൽ പ്രസാദിക്കും. അലക്ഷ്യ മനോഭാവത്തോടെ ആരാധനയ്ക്ക് ആരും വരാതെ പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുന്നു, ആ ഒരുക്കം എനിക്ക് നൽകി ദൈവത്തെ ആരാധിക്കാനുള്ള മനസ്സൊരുക്കത്തിലൂടെ നയിക്കണമേ എന്ന പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. എവിടെയെല്ലാം കുത്തഴിഞ്ഞു പോകുന്നുവോ അവിടെയെല്ലാം നാശമായിരിക്കും ഫലം. അത് നമ്മുടെ വ്യക്തി ജീവിതങ്ങളായാലും കുടുംബ ജീവിതങ്ങളായാലും സഭയുടെ ശുശ്രൂഷകളായാലും ശുശ്രൂഷകൾ ഏറ്റെടുത്തിരിക്കുന്നവരായാലും വളരെ അച്ചടക്കത്തോടും പ്രാർത്ഥനയോടും കൂടെ അവനവന്റെ കർത്തവ്യങ്ങളെ കുറിച്ച് ഉണർന്ന് ഉത്സുകരായി നാം ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ആരാധനകൾ ദൈവം അനുഗ്രഹിക്കും. അതിന്റെ നന്മകൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യുവജനങ്ങളെ, സഭാജനങ്ങളെ, വളരെ അച്ചടക്കമുള്ള ദൈവാശ്രയമുള്ള ദൈവഭയമുള്ള ഒരു ആരാധന, ദൈവത്തിന് വിലയേറിയതായ ഒരു സൗരഭ്യവാസനയുള്ള യാഗമായി നമ്മുടെ ആരാധനകളെ നാം സമർപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ ആരാധനകളിൽ ദൈവം പ്രസാദിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമാണ്. നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുന്നതിന് അത് കാരണമായി. അതുകൊണ്ട് ആരാധിക്കുവാൻ കടന്നു വരുന്നവർ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ആത്മഭാരത്തോടെ കടന്നു വരികയും നമ്മുടെ ഹൃദയങ്ങളെ മഥനങ്ങളെ
ദൈവത്തെ സ്തുതിക്കുവാൻ, സ്തോത്രം കരയറ്റുവാൻ, കൊയറിന്റെ ഗാനങ്ങളിലൂടെ അതിനോട് ചേർന്ന് നമ്മുടെ കരകളെ തട്ടി നാം പാടി ദൈവത്തെ മഹത്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്കുണ്ടാകുന്ന ആശ്വാസം അളവറ്റതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഒരു അടുക്കും ചിട്ടയുമുള്ള ആരാധനയുടെ ക്രമീകരണങ്ങളിലേക്ക് മടങ്ങി വരേണ്ട ആവശ്യകതയെ കുറിച്ച് ഞാൻ ഉണർത്തിക്കൊണ്ട് ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവെ വന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കേണ്ടമേ എന്നുള്ളതാണ് ചിന്താവിഷയം. ഇന്ന് പെന്തക്കോസ്ത് ഞായറാണ്. ഈസ്റ്ററിന് ശേഷമുള്ള 7ാമത്തെ ഞായറാഴ്ചയാണ് പെന്തക്കോസ്ത് ഞായറായി നാം ദൈവത്തെ ആരാധിക്കുന്നത്. 50 എന്ന് അർത്ഥമുള്ള പെന്തക്കോസ്റ്റ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് പെന്തക്കോസ്ത് എന്ന പദം ആവിർഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പെന്തക്കോസ്ത് ദിനം എന്ന് പറയുമ്പോൾ 50ാം ദിനം എന്നാണ് അതിന് അർത്ഥം. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം, പുനരുത്ഥാനം, സ്വർഗ്ഗാരോഹണം. ഇതിനെ തുടർന്ന് അപ്പോസ്തലന്മാരിലും ക്രിസ്തു ശിഷ്യരിലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിനെയാണ് ഈ പെന്തക്കോസ്ത് ദിനം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായി ഈ പെന്തക്കോസ്ത് നാളിനെ സഭ അംഗീകരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമായ പരിശുദ്ധാത്മാവെ വന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ എന്ന ഒരു ചിന്ത ഈ നാളുകളിൽ വളരെ അർത്ഥവത്തായ ഒരു ചിന്തയാണ്. പല വിധത്തിലുള്ള ബന്ധനങ്ങളും അടിമത്വങ്ങളും പുതിയ പേരുകളിലും പുതിയ ആശയങ്ങളിലൂടെ നമ്മെ ഇങ്ങനെ ബന്ധിക്കുവാനും അടിമത്വത്തിലേക്ക് നയിക്കുവാനും ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് സ്വതന്ത്രരായി ദൈവത്തെ ആരാധിച്ച് ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുവാനാണ് ദൈവാത്മാവ് നമുക്ക് നൽകുന്ന നല്ല ചിന്തകൾ. ഇന്ന് ചതിയും വഞ്ചനയും കാപട്യവും നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ചതിയും വഞ്ചനയും കാപട്യങ്ങൾ പുതിയ രൂപത്തിലും ഭാവത്തിലും വളരെ സുമുഖരായി നമ്മെ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടം. ഇതിന്റെ ചതിക്കുഴികളിൽ വീണ് വഞ്ചിതരായി ജീവിതം കൈവിട്ടു പോകുന്ന ആധുനിക ജനസമൂഹം. ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലൂടെ നാം ജീവിതം നയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീണ് വഞ്ചിതരാകാതിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട ഒരു ജീവിതം നാം നയിക്കേണ്ടതായിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ക്രിസ്തു വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യ ജീവിത അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഈ കാലഘട്ടങ്ങളിൽ നിർമ്മിത ബുദ്ധി, ആധുനിക സാങ്കേതിക വിദ്യകൾ, സോഷ്യൽ മീഡിയ ഇങ്ങനെ നമ്മെ അടിമപ്പെടുത്തുന്ന പുതിയ മേഖലകളിലേക്ക് നാം അറിഞ്ഞോ അറിയാതെയോ നയിക്കപ്പെടുമ്പോൾ അവരുടെ നീരാളിപ്പിടുത്തങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട ഒരു ജീവിതം നാം നയിക്കേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട ഒരു ജീവിതവും ഇന്നത്തെ ലോകക്രമവും തമ്മിൽ വിരുദ്ധമായ അനുഭവങ്ങളാണ്. നാം ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന ആരാധന സമൂഹമാണെങ്കിലും പലപ്പോഴും പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുവാൻ ഈ ലോക ഇമ്പങ്ങളും പ്രലോഭനങ്ങളും നമുക്ക് തടസ്സം നിൽക്കുകയാണ്. എന്നാൽ ഈ ലോകത്ത് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് നാം ഒരു ജീവിതം നയിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വിഭാവനം ചെയ്യുന്ന ഒരു സ്വാതന്ത്ര്യ ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് കഴിയുന്നത്. മലയാള സാഹിത്യത്തിന് വളരെയേറെ സംഭാവനകൾ ചെയ്ത കൊച്ചിൻ കലാഭവൻ, ആ കലാഭവന്റെ സ്ഥാപകനായിരുന്ന
സാക്ഷ്യപ്പെടുത്തി. ആ ഗാനത്തിന്റെ ആദ്യ വരികൾ ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണമേ എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ, ഇത് എക്കാലത്തെയും ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി എന്റെ ഹൃദയത്തിൽ വരണമേ, ഇത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം. കാരണം ഇന്ന് ആധുനിക ലോകത്തിൽ ചതിക്കുഴികൾ അറിയാൻ കഴിയാതെ, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ, എല്ലാ തെറ്റുകളെയും ശരിയാക്കി തീർത്തുകൊണ്ട് ആ ശരികൾ വെച്ച് മുമ്പോട്ട് ജീവിതയാത്ര നയിക്കുന്ന ആധുനിക ലോകം. ഈ ലോകം മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ഈ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നുവെങ്കിൽ മാത്രമേ തകർന്ന ഹൃദയങ്ങൾ, തകർന്ന കുടുംബ ജീവിതങ്ങൾ, തകർന്ന വ്യക്തിബന്ധങ്ങൾ, ഇവയ്ക്ക് ഒരു പുതുജീവൻ നൽകുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്ന് പലപ്പോഴും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഫാദർ ആബേലച്ചൻ പാടിയത്: പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരയണമേ എന്റെ ഹൃദയത്തിൽ, എന്റെ അധരത്തിലല്ല എന്റെ ഹൃദയത്തിൽ നീ വരയണമേ എന്നാണ് ആബേലച്ചൻ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളിൽ ഇത് തന്നെ ആയിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ, നമുക്ക് ക്രിസ്തു വിഭാവനം ചെയ്ത പരിശുദ്ധാത്മാവിനാലുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് പലപ്പോഴും നാം സ്വതന്ത്രരായി അഭിമാനിക്കുന്നുവെങ്കിലും എല്ലായിടത്തും ബന്ധനങ്ങളിൽ പെട്ടുകിടക്കുകയാണ് നമ്മുടെ ജീവിതങ്ങൾ. ഈ ബന്ധനങ്ങൾ ദൈവാത്മപ്രേരിതമായ ഒരു ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ക്രിസ്തു നമുക്ക് വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിലൂടെ അനുഗ്രഹീതമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ എപ്രകാരമാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പരിശുദ്ധാത്മാവിനെ എബ്രായ ഭാഷയിൽ റൂഹ എന്ന പേരിനാലാണ് അറിയപ്പെടുന്നത്. റൂഹ എന്ന പദം പഴയ നിയമത്തിൽ 378 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നതായി വേദപുസ്തക പണ്ഡിതന്മാർ വിവരിക്കുകയാണ്. അവർ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, ദൈവത്തിന്റെ സൃഷ്ടി പദ്ധതിയിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ പരിവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഭൂമിയുടെ സൃഷ്ടിയിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിരുന്നു. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളായിട്ട് പഴയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത് ധീരന്മാരെ ശക്തിപ്പെടുത്തുന്നതിനും ദൈവം തിരഞ്ഞെടുക്കുന്നവരെ പ്രചോദിപ്പിക്കുന്നതും ഈ പരിശുദ്ധാത്മാവ് തന്നെയായിരുന്നു എന്നുള്ളതാണ്. ജ്ഞാനികൾക്കും വിവേകികൾക്കും വിവേകം നൽകുന്നതും അതേ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് ന്യായാധിപന്മാരെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും തങ്ങളുടെ ശുശ്രൂഷകൾക്കായി ശക്തീകരിച്ചതായി പഴയ നിയമ വേദഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവം പരിശുദ്ധാത്മാ ശക്തിയാൽ കാലാകാലങ്ങളിൽ തങ്ങളുടെ ശുശ്രൂഷകൾക്കായി പലരെയും നിയോഗിക്കുന്നതായിട്ട് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സകല ജനത്തിന്റെ മേലും എന്റെ ആത്മാവിനെ ഞാൻ പകരും. അപ്പോൾ സകല ജനത്തിന്റെ മേലും ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നിരിക്കെ ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട ഒരു ജീവിതം, ആ ഒരു ജീവിതം നാം നയിക്കുമ്പോഴാണ് ക്രിസ്തു വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യപൂർണമായ
ഒരു ജീവിത അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുന്നത്. നാം ഇന്ന് പാഠമായി വായിച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, എളിയവരോട് സദ്വർത്തമാനം അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും ദുഃഖിതരെ ആശ്വസിപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ എന്ന് നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഹൃദയം തകർന്നവരുടെ മുറിവുകളെ കെട്ടുക, തടവുകാർക്ക് വിടുതൽ നൽകുക. അപ്പോൾ ഹൃദയം തകർന്ന് ജീവിതത്തിന്റെ വേദനാജനകമായ ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനാൽ ജീവിക്കുന്നവർ നൽകേണ്ടത് അവരുടെ മുറിവുകളെ കെട്ടുക, അവർക്ക് ആശ്വാസം പകരുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ തടവുകാർക്കും ബദ്ധന്മാർക്കും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പ്രിയമുള്ളവരെ, എവിടെയെല്ലാം ബന്ധനങ്ങളുണ്ടോ ആ ബന്ധനങ്ങളുടെ മധ്യത്തിൽ അടിമത്തം അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത്. അത് ഇസ്രായേൽ ജനത്തിന്റെ അടിമത്തത്തിലൂടെ നാം നോക്കുമ്പോൾ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം ആസ്വദിക്കുമ്പോൾ, അടിമത്തം എവിടെയെല്ലാം ഇന്ന് ജനത്തെ ബന്ധിതരാക്കുന്നുവോ അവിടെയെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ അതേ വെള്ളരി പ്രാവുകളായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. അപ്പോൾ ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുക, ദുഃഖിതരെ ആശ്വസിപ്പിക്കുക, ഇതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യവും സന്തോഷവും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ ഹൃദയം തകർന്നവരെ മുറിപ്പെടുത്തുവാനല്ല, മുറിവ് കെട്ടുവാനും തടവുകാർക്കും ബദ്ധന്മാർക്കും സ്വാതന്ത്ര്യം നൽകുന്നതായ ശുശ്രൂഷകളും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതായ അനുഭവവും സത്വർത്തമാനം അറിയിപ്പാൻ. സത്വർത്തമാനം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന അനുഭവമാണ്. അതാണ് പരിശുദ്ധാത്മാവ് വിഭാവനം ചെയ്യുന്നതായ ചിന്തകൾ. രണ്ടാമത് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പുതിയ നിയമത്തിൽ. ഇപ്പോൾ പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഗ്രീക്ക് ഭാഷയിൽ പരിശുദ്ധാത്മാവിന് പറയപ്പെടുന്ന പദമാണ് ന്യൂമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂമ എന്ന പദം പുതിയ നിയമത്തിൽ 379 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നതായി വേദപുസ്തക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ദീർഘദർശനങ്ങളും അതിന്റെ നിവൃത്തിയും ആത്മാവിനെ പറ്റിയുള്ള അതിന്റെ പ്രവർത്തനങ്ങളുടെ പരിപൂർണമായ വെളിപ്പെടുത്തലുകളുമാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനവും യേശുക്രിസ്തുവിന്റെ സ്നാനവും യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്കായുള്ള മുന്നൊരുക്കവും മരുഭൂമിയിലുള്ള യേശുക്രിസ്തുവിന്റെ പരീക്ഷണങ്ങളും യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുമെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായ ഒരു ജീവിത അനുഭവമായിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന അനുഭവമാണ്. പ്രത്യേകിച്ച് പുതിയ നിയമ വേദഭാഗങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണ് നാം ദർശിക്കുന്നത്. ഇവിടെ യേശുക്രിസ്തുവിന്റെ വചനങ്ങളും യേശുക്രിസ്തുവിന്റെ ആത്മകഥകളും യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകളെല്ലാം ഈ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിലും നിയന്ത്രണത്തിലുമായിരുന്നുവെന്ന് യേശുവിന്റെ വചനങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും.
യേശുക്രിസ്തുവിന്റെ ജനനം തന്നെ പരിശുദ്ധാത്മ പ്രവർത്തനമായിരുന്നു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു സാക്ഷ്യം പറയുന്നത് പരിശുദ്ധാത്മാവ് പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധ്യം വരുത്തും എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലിന് പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധ്യമുണ്ട് എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് അഭിമാനിക്കുന്നവരും പരിശുദ്ധാത്മാവിനാലുള്ള ജീവിതമാണ് ഞാൻ നയിക്കുന്നത് എന്ന് പറയുന്നവരും പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുകയും ഒരു നീതിയും നിഷ്ഠയുമില്ലാത്ത ജീവിതം നയിക്കുകയും ന്യായവിധിയെ കുറിച്ചുള്ള ചിന്തയില്ലാത്ത ഈ ലോക ജീവിതങ്ങളിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നുവെങ്കിൽ നമുക്കെങ്ങനെ ആ വ്യക്തി പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് പറയുവാനായിട്ട് കഴിയും. ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് സകല ബന്ധനങ്ങളെയും സകല അടിമത്വങ്ങളെയും തകർക്കുന്ന നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ഒരു അനുഭവമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യത്തിന്റെ അനുഭവമാണ്. ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന അടിമ നുകത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു അനുഭവമല്ല, പിന്നെയോ സകല ബന്ധനങ്ങളെയും തകർത്തുകൊണ്ട് ക്രിസ്തു വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യം നമുക്ക് അനുവദിച്ച് നൽകുന്നത് ഈ പരിശുദ്ധാത്മാവ് തന്നെ. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ബദ്ധന്മാർക്കും പീഡിതന്മാർക്കും വിടുതൽ നൽകുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് എന്നുള്ളതാണ്. പീഡിതന്മാർക്കും ബദ്ധന്മാർക്കും സ്വാതന്ത്ര്യം നൽകുക. ആരെയെങ്കിലും നാം പീഡിപ്പിക്കുന്നുവെങ്കിൽ, ആരെയെങ്കിലും നാം ബദ്ധനായി വച്ചിരിക്കുന്നുവെങ്കിൽ, അത് ഏത് തരത്തിലായാലും അത് പരിശുദ്ധാത്മാവിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് എന്ന് ദൈവാത്മാവ് നമുക്ക് ആലോചന നൽകുകയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ദിവ്യമായ അനുഭവം സ്വാതന്ത്ര്യം മാത്രമല്ല, ജീവിതത്തെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തിയും ഈ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, ആധുനിക ലോകം ജീവിതത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയാണ്. മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ശക്തി ഇല്ലാതിരിക്കുന്ന കാലഘട്ടം. ക്ഷണനേരം കൊണ്ട് മനുഷ്യർ രോഗികളായി തീരുന്നു. ക്ഷണനേരങ്ങൾ കൊണ്ട് പ്രകൃതി ദുരന്തങ്ങൾക്ക് വിധേയപ്പെടുന്നു. അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെയുള്ള ലോക സംഭവങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ജീവിതത്തെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തിയില്ലായ്മ ആധുനിക ലോക ജനതയുടെ പ്രവണതയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് സാധനയും ജീവിതത്തെ അഭിമുഖീകരിക്കുവാനുള്ള കരുത്ത് ദൈവം നൽകുന്നു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അവിടെ യേശു പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നാം പാഠമായി വായിച്ച ഭാഗവും പെന്തക്കോസ്ത് എന്നുള്ളതായ ആ ഭാഗവും കർത്താവായ യേശുക്രിസ്തുവിന്റെ വാഗ്ദത്തവും നാം കൂട്ടി വായിക്കണം. പരിശുദ്ധാത്മാവ് യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. യേശുവിന്റെ വാഗ്ദത്ത പ്രകാരം യേശു സ്വർഗ്ഗാരോഹണം ചെയ്ത് 50-ാം നാൾ കാത്തിരുന്ന ക്രിസ്തു ശിഷ്യരുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. ആ പരിശുദ്ധാത്മാവ് ഇന്നെല്ലാ ജനഹൃദയങ്ങളിലുമുണ്ട്. ഇനിയും പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു കാത്തിരിപ്പിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്ന് പലപ്പോഴും ഈ ലോക ജീവിതയാത്രയിൽ തളരാതെ നമ്മെ ശക്തീകരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 3:16 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളുടെ മൺകൂടാരമായിരിക്കുന്ന ഈ ഭൗതിക ശരീരം ദൈവിക നിർമ്മിതിയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നിർമ്മിതികൾ നടത്തുന്നു. എന്നാൽ ദൈവത്തിന്റെ നിർമ്മിതിയാണ് ഞാനും നിങ്ങളും. ഈ ശരീരം ദൈവം നിർമ്മിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന ദൈവത്തിന് വസിക്കുവാനാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുമ്പോൾ നീ ഇനിയും പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണമോ? പൗലോസാണ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ നിന്നിലുള്ള പരിശുദ്ധാത്മാവിന് നീ വിധേയപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യം. ഇവിടെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. പരിശുദ്ധാത്മാവിന് അനുസരിച്ച് ജീവിക്കുന്നത് ക്രിസ്തീയ ജീവിതവും പരിശുദ്ധാത്മാവിനെ അനുസരിക്കാതെ ജീവിക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്. ഇപ്പോൾ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്നും ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. വീണ്ടും പാപത്തിന്റെ അടിമമുഖത്തിൽ നാം വീണ്ടും പോകരുത് എന്നുള്ളതാണ്. ഇപ്പോൾ പാപത്തിന്റെ ശമ്പളമായ മരണം, ആ മരണത്തിൽ നിന്നും ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഈ സ്വാതന്ത്ര്യമാണ് പരിശുദ്ധാത്മാവ് നൽകുന്നതായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യം. അത് ഓരോ വ്യക്തിയും അവരവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ടതാണ്. അപ്പോൾ ഇന്ന് ഒരു ക്രിസ്തീയ ദൈവ പൈതലിന്റെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും പുതിയ ദിശാബോധവും നൽകുന്നത് അതേ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഈ പരിശുദ്ധാത്മാവിന് നാം വിധേയപ്പെടുമ്പോഴാണ് ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും അനുഭവങ്ങൾ, വേദനിക്കുന്നവർക്ക് ആശ്വാസം പകരുവാനായിട്ട് കഴിയുന്നത്, മുറിവേറ്റ ഹൃദയങ്ങളെ മുറിവുകൾ കെട്ടുവാനും എവിടെയെല്ലാം അടിച്ചമർത്തലുകളുണ്ടോ ആ അന്യായ ബന്ധനങ്ങളെ തകർക്കുവാനുമുള്ള ഉൾപ്രേരണ നമുക്ക് ലഭിക്കുക. അങ്ങനെ പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യം നമ്മെ അനുരഞ്ജനത്തിലേക്കും ഐക്യത്തിലേക്കും നയിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു അനുഭവത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് നമ്മെ പ്രാപ്തരാക്കും. ആ ഒരു അനുഭവമാണ് ഈ പെന്തക്കോസ്ത് നാൾ നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ.